അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടിന് പോവാണ്. നമ്മുടെ ഔട്ട്ലുക്കിൻ്റെ ഷൂട്ടല്ല, നമ്മൾ അക്കൂന് ഒരു ഷൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രണ്ടും മാത്രമല്ല, നമ്മളോട് ഷെസ ഉണ്ട്. ഷെസയെ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിക്ക് ചെയ്യണം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പുളിക്കീരി ഒരു സ്പോട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അത്യാവശ്യം നൈസ് സ്പോട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെറ്റല്ലേ? ഇപ്പോഴേ ആകെ വിയർത്തൊലിച്ച് നാശമായി. അപ്പോൾ ഗായ്സ്, നമുക്കപ്പോൾ പോകുന്ന കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര മണി? 3:30 കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അറിയത്തില്ല നമുക്ക് ടൈമിൽ എത്താൻ പറ്റുമെന്ന്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കയറാൻ പറ്റുമോ ഇല്ലയോ എന്നും അറിയത്തില്ല. കാരണം അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലുള്ള സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നമുക്കിപ്പം എന്തായാലും മാക്സിമം നേരത്തെ എത്തി ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വേറൊരു ഷൂട്ട് ചെയ്യും അല്ലേ. പക്ഷേ നാളെ ചെന്നൈക്ക് പോകുന്നതുകൊണ്ടും നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് സെറ്റാണ്. ടൈമിൽ എത്താൻ പറ്റിയാൽ നമുക്ക് അത്യാവശ്യം വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചങ്ങനാശ്ശേരിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ചങ്ങനാശ്ശേരിയിലോട്ട് ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ എന്തോ ഉണ്ട്. സോ ഷെസ അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്പോട്ട് വരുന്നത് പുളിക്കീരി പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഉള്ളൊരു പ്രോപ്പർട്ടിയിലാണ്. അവിടെ അത്യാവശ്യം പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അണലിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. സോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമുക്കൊരു വടിയൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ നമ്മൾ വടിയായിട്ട് വലിയ വടിയാവും. അതെ, നമ്മൾ വടിയായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ വടിയാവും. സോ അങ്ങോട്ട് ആരെങ്കിലും ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ഈ സ്പോട്ടിൽ പോയി ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് അയാളുടെ ബർത്ത്ഡേ ഷൂട്ടായിരുന്നു. പക്ഷേ നമുക്ക് അന്നേരത്തെ ടൈമിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവ് മൂലവും നമുക്ക് അന്നേരത്തെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ട് പെട്ടെന്നൊരു ചേഞ്ച് പ്ലാൻ ചെയ്യുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ടുമാണ് നമ്മളെ ഷൂട്ട് മാറ്റിയത്. സോ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഫ്രീ ആവുന്നതനുസരിച്ച് നമ്മളോട് അവിടെ ഒരു ഷൂട്ട് വേറെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൻ്റെ ഷൂട്ടിന് വേണ്ടി പോവാണ്. സോ എല്ലാം നമുക്ക് സെറ്റാക്കണം. നമ്മളിനി ചെയ്യുന്ന ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് വരുന്ന വ്ളോഗിലും ഒക്കെ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. സോ നമുക്കെല്ലാം സെറ്റാക്കാം. ഹലോ, അതാ കോളേജ് എത്താറായി. ഇറങ്ങിയോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ കോളേജ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. ഷെസേനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. കോളേജിലാന്ന് പറഞ്ഞിട്ട് ഇതോ നിൽക്കുന്നത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ. ഈ കോളേജ് വരാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നേ. ഞാൻ കോളേജിലേക്ക് വരാൻ വേണ്ടി നല്ല ആളാ. കയ്യൊക്കെ കിട്ടണേല് നമുക്കവിടെ കയറാൻ പറ്റുമോ അറിയില്ല. അതെ, ഇന്നലെ ഒരു റീല് കണ്ടിട്ട് ചാടി പുറപ്പെട്ടതാണ്. നമുക്ക് അറിയത്തില്ല. അതെ, അവിടെ പാമ്പ് ശല്യം ഉണ്ടെന്നോ? അവിടെ അണലി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കയറാൻ പറ്റി ഫോട്ടോ എടുക്കാൻ പറ്റിയ സെറ്റാണ് അല്ലേ? നൈസ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഇനി സ്പോട്ടിലോട്ട് പോവാം. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ കയറും? അകത്തോട്ട് പോയി നോക്കിയാൽ ചോദിച്ചാലോ? ചോദിച്ചു നോക്കാം. ഇവിടെ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെ? ഫാക്ടറി അകത്തോട്ട് പോയിട്ട് കയറാം. ഫാക്ടറി ഇപ്പഴത്തല്ലേ? ഓ, അങ്ങനെയോ? ഫോട്ടോ എടുക്കാല്ലേ? അത് തന്നെ, അത് ആ ഫോട്ടോ എടുക്കുന്ന സൈറ്റ് ആണ് അവിടെ. അവിടെയാണോ? അല്ലല്ല, അതായത് നമ്മുടെ അവിടെ വില്ലേജ് ഓഫീസ് ഉണ്ട്. അവിടെ വണ്ടി ഇടാൻ നമുക്ക് ആ സൈഡിൽ ഇട്ടിട്ട് നിങ്ങൾ ആ കണ്ടത്തേക്കോട്ട് വിടുന്ന നേരത്തെ ആ മരങ്ങളും ഒക്കെ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റും. എന്ത് പറയുന്നത്? ആരോ അടിച്ചേ? ഓ, ചെടി. അപ്പോൾ ഗൈസ്, നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്.
തുറന്നുപാട് ഇത് സൈഡ് ലോക്കാ. ശ്വസ പേടിച്ചു പോയി. ഏതാ അരണ? പാമ്പ് അരണയല്ല അണലി. അരണ ഏതാ? അരണ മറ്റേ ഓന്ത് പോലത്തെ സാധനം. അടിപൊളി സ്ഥലമാണ് ഗൈസ്, നമുക്ക് പറ്റിയ സ്ഥലമാണ്. നമ്മൾ ഉദ്ദേശിച്ച സെയിം ഉദ്ദേശിച്ചേക്കാൾ എങ്ങനെയുണ്ട് സ്ഥലം? തിരുവല്ലത്തെ സ്വിറ്റ്സർലൻഡ്. അതെ, തിരുവല്ലയിലെ സ്വിറ്റ്സർലാൻഡ്. അക്കോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ദേടാ കേറണ്ട, ആദ്യം താഴെ നിന്ന് എടുക്കാം. മറ്റേ വലിയ ക്യാമറ അത് വേറെയാ. ഇത് കൊള്ളാവോന്ന് ഷെസയുടെ അരങ്ങേറ്റം ആ ക്യാമറയില. എന്നിട്ടത് കൊള്ളാവോന്ന് പറഞ്ഞു കൊടുക്ക് ഷെസ. സോണി 6400 യെസ് f 1.2 ഗിഗാബൈറ്റ്സ് മെമ്മറി 1 TB. ഓക്കെ സെറ്റ്, അത് മതി. അപ്പോൾ ഗൈസ് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ വിചാരിച്ച പോലത്തെ സ്ഥലം തന്നെയാണ് അല്ലേ ഷെസ? വിചാരിച്ചേക്കാളും അപ്പുറം അല്ലേ, നൈസാണ്. നമുക്കപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം. സെറ്റല്ലേ? എല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്കപ്പോൾ നോക്കാം. ഗൈസ് ഇവിടെ പിള്ളേർ പട്ടം പറത്താനൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ കിടന്നൊരു പട്ടം കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ? ബായ് ഗൈസ്, ഇവിടുത്തെ പിള്ളേർ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. പറക്കണില്ലല്ലോ. അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം ഗൈസ്, അടിപൊളി സ്ഥലം. ഇത് കൊള്ളാം, നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ തന്നെ ഒരു സ്ഥലമാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭാഗ്യം നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ കിട്ടി. അവരവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഗൈസ് അക്കു ഇവിടെ റൊമാൻറ്റിക് ആവാൻ പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. അതെ, ഇപ്പോൾ ഗൈസ് ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം ഗൈസ്, ഒരു കാമായ സ്ഥലം, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് ഔട്ട്ലുക്കിൻ്റെ കുറച്ച് ഷൂട്ട് സെറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി സ്ഥലത്തെ പറ്റി. അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാം സെറ്റാണ് ഗൈസ്. അക്കുവിനെ അഭിനയിക്കാൻ അറിയത്തില്ല ഗൈസ്. അക്കുവിനെ ഷെസ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ 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 കറങ്ങിയോ? അപ്പോൾ ഗൈസ് നമ്മളിങ്ങോട്ട് വരുന്ന മുമ്പേ നമ്മളിവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും വരുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതിപ്പോൾ എല്ലായിടത്തും കാണുമല്ലോ, കാട്ട് പ്രദേശങ്ങളിൽ, അതായത് വനപ്രദേശങ്ങളിലൊക്കെ ഈ പാമ്പിൻ്റെ ജന്തുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ കണ്ണിൽ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ അവർ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. 5 സ്റ്റാർ. ഇവിടെ അപ്പുറത്തായിട്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു സ്പോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ പക്ഷേ അവിടെ ഭയങ്കര വെയിലാണ്. കുറച്ച് കഴിയുമ്പോഴത്തേന് തണലാവുമായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ ഇവിടെ തന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറി ഷൂട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ. അതെ അറിയാം. സോ ഇഷ്ടപ്പെട്ടോ ശേഷം സ്ഥലം? എനിക്ക് കുറച്ച് ഫോട്ടോ ആണ്. നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്ന് വേണോ? പിന്നെ പാമ്പുണ്ടാവും, സൂക്ഷിച്ചു നോക്കി പോണേ.
അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു അവസാനം എൻ്റെ വരുന്നത്. അങ്ങോട്ട് പിന്നെ ഫുൾ കാടാണ്, കൊണ്ട് പോകാൻ പറ്റൂല. അപ്പോൾ ഇവിടെ വരെ നമ്മൾ വന്നു. പിന്നുള്ളത് അപ്പുറത്തെ സൈഡിലാണ്. അവിടെയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷെ നമ്മളങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ സ്ഥലം അത്യാവശ്യം നൈസാണ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ, സേവ് ദ ഡേറ്റ് പോലുള്ള ഷൂട്ടൊക്കെ ചെയ്യാൻ അടിപൊളി സ്ഥലമാണ്. അത്യാവശ്യം എസ്തെറ്റിക് ലുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങോട്ട് വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് മാവേലിക്കര പോകുന്ന റൂട്ട് പുളിക്കീരി സ്റ്റോപ്പിൽ ഇറങ്ങണം. പുളിക്കീരി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു വഴിയുണ്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടി. സോ ബർത്താണ് ഗൈസ്, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വന്ന് നോക്കിയതാണ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി. അപ്പം കുൻ്റെ ഷൂട്ടോടെ ചെയ്യുന്നുണ്ട്. കൊള്ളാം, അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന്, ഫ്രീ ആണെങ്കിൽ വന്നൊന്ന് ഫോട്ടോ. ഗൈസ്, ഇവിടെ സ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് പാമ്പിനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഉണ്ടായിരിക്കും, അറിയില്ല. ആകെയുള്ള പ്രശ്നം കൊതുകടിയാണ്. നല്ല കൊതുകുണ്ട്. ചിലപ്പോൾ ഈ സമയത്തിൻ്റെ ആയിരിക്കും, സന്ധ്യ ആവാറായി ഓൾമോസ്റ്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല കൊതുകുണ്ട്. കൊതുക് കടിച്ച് പറിക്കുവാണ്. വരുമ്പോ ഒരു കൊതുക് തിരിയായിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര കൊതുകാണ് ഗൈസ്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. കൊതുകിന്റെ പ്രശ്നം ഒഴിച്ചാൽ ബാക്കിയെല്ലാം നൈസാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത തവണ വരുമ്പം ഒരു കൊതുക് തിരിയായിട്ട് വരാം. ഷെസയുടെ ആംഗിളിൽ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ കുഴിഞ്ഞിരിക്കില്ല. അടിപൊളിയാണ്, അടിപൊളിയാണ്. ഒരു പട്ടി വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യത്തില്ല നമ്മളെ. പേടിക്കണ്ട. എന്താ വെടി വെക്കാൻ പോകുന്നു? പോസ് ചെയ്യുന്നുണ്ടോ? എന്റെ ഫോട്ടോ ഇത്ര ശുഷ്കാന്തി ഇല്ലാതെ കണ്ടോ, അക്കുവിന് അറിയില്ല എന്ന്. അത് പോസ് ഇട്ടല്ലേ, മനസ്സിലായില്ലേ? ഗൈസ്, ഇവിടെ തകർത്ത് ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. വന്നിട്ടിപ്പോൾ ഒരു 2 മണിക്കൂറായി. ഭയങ്കര കൊതുക് കടിച്ച് പറിച്ച് ഫുള്ള് ഷോക്കായി. നല്ല ഫോട്ടോ കിട്ടിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി അല്ല ആണ്. എന്റെ ഒരു ഫോട്ടോ എടുത്തോ? ഇവരുടെ എല്ലാം ഫോട്ടോ സെറ്റ് ആയി. എനിക്കിതൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല. ഞാൻ പക്ഷെ ഫോട്ടോ എടുക്കാൻ പ്ലാനിലല്ല വന്നത്. എന്നാലും 2-3 ഫോട്ടോ നമുക്ക് സ്ഥലത്ത് വന്നതല്ലേ, എടുത്തിട്ട് വരാം. മൊത്തം കടിച്ചു. സീനല്ലേ, കൊതുക് സീനാണ് ഗൈസ്. ആകെയുള്ള പ്രശ്നം അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെറ്റാണ്. ഓനിവിടെ ഓടിച്ചാടി നടന്നോണ്ട് ഓനെ കടിച്ചില്ല. ഞാനൊരു ഭാഗത്തൊക്കെ നിന്നോണ്ട് ഇനിയാണ് മൊത്തം കടിച്ചത്. എന്റെ ചോര പൊതിന് വേണ്ട. നമ്മുടെ ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെൻസ് ഇട്ടിട്ട് 2 ഫോട്ടോയും കൂടി എടുത്തിട്ട് നമ്മൾ പാക്കപ്പ് ചെയ്യുന്നതായിരിക്കും. ബാക്ക് ഷർട്ട് മുടി അവൻ തമിഴാണ്, മുടി എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. തമിഴില് പറ. എന്താ നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നമ്മൾ അതിൻ്റെ കാര്യം മറന്നുപോയി. സോ ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവരുടെ ഇതൊക്കെ സൂക്ഷിക്കുക. ആരും എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവിടെ വെച്ചാൽ മതിയായിരുന്നു. സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷസാ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഷസയ്ക്ക് ഒരുപാട് കൊതുക് കടി കിട്ടി. കൈ കാണിച്ചേ. വാവ്,
അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിക്കേണ്ട കാര്യം കൊതുകടി ശ്രദ്ധിക്കണം, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഷൂട്ടും പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായിട്ട് കിട്ടി. നമ്മൾ ടൈമിലെത്തി അല്ലേ ഷെസയ്ക്ക് കുറേ കൊതുകടി കിട്ടി. കൈ കാണിച്ചേ. പക്ഷെ കുഴപ്പമില്ല, പാമ്പ് കടി പ്രതീക്ഷിച്ച് വന്നാൽ നമുക്ക് കൊതുകടിയേ കിട്ടിയുള്ളൂ. സോ കുഴപ്പമില്ല. അപ്പോൾ വരുന്നവർ അതും ശ്രദ്ധിക്കുക, നല്ല കൊതുകുണ്ട് ഈ ടൈമിലൊക്കെ. ഈ ടൈമിൽ വന്നാലേ ലൈറ്റ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. സെറ്റായിരുന്നു ആണോ എന്നല്ലാണ്. അപ്പം നമുക്ക് തിരിച്ച് ചങ്ങനാശ്ശേരി പോകണം, ഷെസയെ വിടണം, എന്നിട്ട് തിരിച്ചു പോകണം. ഓക്കെ ബൈ. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഗായ്സ് നമ്മൾ ഷവർമ കഴിക്കാൻ വേണ്ടിയാണ്. അക്കു രണ്ടിടത്തൊന്ന് വീഡിയോ എടുക്കുന്ന ഡോക്ടർ അടിച്ചാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഗായ്സ് ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു, എല്ലാം നൈസായിരുന്നു. നമ്മളിപ്പോൾ പോയി ഷവർമ കഴിച്ചിട്ട് ഷെസേനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈസായിരുന്നു. ഷെസ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? അടിപൊളിയായിരുന്നു. കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. അതെ, അക്കുവിന് ഒരുപാട് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് അതായിരുന്നു ഇന്നത്തെ ദിവസം. ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. അപ്പോൾ ഇനിയും അടുത്ത കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇതിലും പഠിച്ചോ, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. ബാ. അപ്പൊ ഷെസ പോവാണ് ഗൈസ്. ഹാപ്പി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓനോട് ഞാനല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ സുധാ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ.